പറയുന്നേ? രേഷ്മയും കൊണ്ടല്ലേ നിങ്ങൾ പോയത്? നിങ്ങൾ രണ്ടുപേരും കൂടി മധുരയിലെ വിവാഹം കഴിക്കാനാണോ പോയത്? ഞാനും ഇവനും മധുരയ്ക്ക് പോയത് ഞങ്ങളുടെ ലക്ഷ്മി ഗാർമെന്റ്സിലേക്ക് തുണി എടുക്കാനാ. സംശയം തീർക്കാനായിട്ട് ആ കടയുടെ അഡ്രസ്സും തുണികൾ പർച്ചേസ് ചെയ്തതിന്റെ ബില്ലും കാണിക്കണോ? കാണിക്കണമെങ്കിൽ കാണിക്കാം. മാഡം, എനിക്കറിയില്ലായിരുന്നു മാഡം സാർ ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. സാറിനെ ഒരിക്കലും നമ്മൾ സംശയിക്കാൻ പാടില്ലായിരുന്നു. സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മനസ്സിൽ മാഡം അല്ലാതെ മറ്റൊരു പെണ്ണുമില്ല. മാഡം എന്തുകൊണ്ടും ഭാഗ്യവതിയാ. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെയാണല്ലോ മാഡത്തിന് ഭർത്താവായിട്ട് കിട്ടിയത്. മാഡം, ഞാൻ പറയുന്നത് വേദനിച്ച് കാണില്ല. കാരണം കുറച്ച് മണിക്കൂറുകളായിട്ട് ഞാൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും തിരിച്ചു തരാൻ എനിക്ക് സാധിക്കില്ല. എടി, ഇവളെന്റെ ഭാര്യ മാത്രമല്ല, ഈ ജില്ല ഭരിക്കുന്ന കളക്ടർ കൂടിയാ. ഇവിടെ ചില വീട്ടമ്മമാരെ പോലെ ചിന്തിക്കാനോ അധപതിക്കാനോ പാടില്ല. നീ എന്ത് ഭാവിച്ചാടാ? കാടാറു മാസം നാടാറു മാസം എന്ന് പറഞ്ഞ് നടക്കുന്ന ഞാൻ, ക്ഷേത്രങ്ങളും വീടുമായി നടക്കുന്ന എന്നെ നീ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാനാടാ? കുടുംബമായിട്ട് താമസിക്കുന്നവരെ പിടിച്ചോണ്ട് വന്ന കാണാനില്ല എന്നും പറഞ്ഞ് പരാതിയെങ്കിലും കൊടുക്കും. എന്നെപ്പോലെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നവന്റെ തലയിലാ. ഇല്ലെങ്കിൽ പട്ടിണിക്കിട്ട് കൊല്ലണം. എനിക്ക് വീണിടം വിഷ്ണുലോകം. നിന്നെ പിടിച്ചോണ്ട് വന്നതേ അടച്ചുപൂട്ടിയിട്ട് നിന്നെ ദ്രോഹിക്കാനോ ക്രൂശിക്കാനോ ഒന്നുമല്ല. എന്നെ കൊണ്ട് ഇതും ഇതിലപ്പുറം നടക്കുമെന്ന് കാണിച്ചു തരാനാ. ഉദ്ദേശം എന്തായാലും ഇവിടം വരെ ഓക്കെ, ഞാനും സമ്മതിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ നിന്റെ പരിപാടി ഒന്നറിയാൻ വേണ്ടിയാ. ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതിനുള്ള ഗട്സ് ഒന്നും നിനക്ക് ഇല്ലടാവേ. പിന്നെ ആന കാണിക്കുന്ന പോലെ ആട് കാണിക്കുന്നിടം കീറുമെന്നല്ലാതെ യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ കൈക്കുള്ളിൽ നിന്റെ ജീവൻ കിടന്ന് പിടക്കുകയാണ്. ഞാനൊന്ന് കൈയമർത്തിയാൽ പിന്നെ നീ ഇല്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇല്ലെങ്കിൽ എന്റെ കൈക്കുള്ളിലിരിക്കും നിന്റെ ജീവൻ. അതിൽ കുഴപ്പമൊന്നുമില്ല പൂക്കറെ. എവിടെയാണെങ്കിലും സുരക്ഷിതമായി ഇരുന്നാ മതി. നിന്റെ കൈക്കൊമ്പിലാണെങ്കിൽ വിശ്വാസോറപ്പും കൂടുമല്ലോ. നിനക്കൊരു പരിക്കും പറ്റാതെ ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം. പക്ഷേ എനിക്കറിയണം എന്റെ മകനെ നീ എന്ത് ചെയ്തു എന്ന്. ഇത് തന്നെയല്ലേ നീ കുറെ നാളായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത്? നിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഐജിയെ കൊണ്ടുവരെ ചോദിപ്പിച്ചില്ലേ? എന്നിട്ട് ഉത്തരം കിട്ടിയില്ലല്ലോ. പിന്നെ ഈ പാവം പിടിച്ച ഞാൻ എങ്ങനെ പറയാൻ? ഗോപാലകൃഷ്ണ, നിന്നെ കൊന്ന് ഈ മുറിക്കുള്ളിൽ കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ ടൈലൊട്ടിച്ച് വെക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷേ എനിക്കറിയണം എന്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയണം. അതെന്നോട് പറയാൻ വേണ്ടി മാത്രം നിനക്ക് ഞാൻ ആയുസ് തരുന്നത്. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവന്റെ ബോഡി അതെനിക്ക് കിട്ടണം. എന്റെ കുഞ്ഞിന്റെ മുഖം എനിക്ക് അവസാനമായി കാണണം. മകന് കഞ്ചാവ് എന്നാലേ ഭ്രാന്ത് വരൂ. ബാപ്പയ്ക്ക് കഞ്ചാവ് ഇല്ലെങ്കിലും ഭ്രാന്ത്. എന്തായാലും അവൻ ഭൂമിയിൽ നിന്ന് പോയെന്ന സത്യം നീ മനസ്സിലാക്കിയല്ലോ. ഇനി ബോഡിയുടെ കാര്യം കുറച്ചുനാൾ കഴിയുമ്പോൾ
അതിനൊരു തീരുമാനമാവും. മണ്ണിൽ അലിഞ്ഞു ചേർന്നെല്ലാം മണ്ണോട് തന്നെ മൂടിക്കിടക്കട്ടെ. അതാ എല്ലാവർക്കും നല്ലത്. ഗോപാലകൃഷ്ണ, അപ്പോഴും അവൻ അനുഭവിച്ച വേദന, സങ്കടം, വിഷമം അതൊരു വീട്ടാക്കടമായി ബാക്കി കിടക്കുമ്പോ എനിക്ക് എങ്ങനെയാണോ മനസ്സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുക? ബാപ്പി എന്ന നിലയിൽ എനിക്ക് അവനോട് ചില കടമകളില്ലേ? അതുകൊണ്ട് അവൻ അനുഭവിച്ചതെല്ലാം നിനക്കൊരു മകനുണ്ടെങ്കിൽ അവൻ അനുഭവിക്കണം. മകൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിന്റെ മരുമകനെയാണ്, വിഷ്ണുവിനെ. അബൂക്കറെ, എന്നെ നീ എന്തുവേണേലും ചെയ്തു, ഞാനത് അർഹിക്കുന്നതാ. പക്ഷെ വിഷ്ണു, അവനെ നീ ഇതിലേക്ക് വലിച്ചഴക്കരുത്. നിനക്കെല്ലാത്തിനും കൂട്ടുനിന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതേ നിന്റെ മരുമകൻ വിഷ്ണുവിനെ തന്നെയാ. അവനെ ഞാൻ തീർക്കും. അത് കാണാൻ നീ പുറത്തു വേണം ഗോപാലകൃഷ്ണ. നിന്റെ മകൾ ശാലിനി വിധവയായി മാറുന്നത് നീ കൺകുളിർക്കെ കാണണം. പറ്റുമെങ്കിൽ അവൾക്കൊരു വെള്ള സാരി വാങ്ങിച്ചുകൊണ്ട് പൊയ്ക്കോ. വിധവയാകാൻ പോകുന്ന മകൾക്കുള്ള ഒരു അച്ഛന്റെ സമ്മാനം.